തൃശൂർ മേയർ എം.കെ. വർഗീസിന്റെ ബി.ജെ.പി. പ്രവേശനം കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രധാന വാർത്തയായിരുന്നു. ക്രിസ്മസ് ദിനത്തിൽ കെ. സുരേന്ദ്രൻ കേക്കുമായി അദ്ദേഹത്തെ കാണാൻ വന്നത് മുതൽ സംഭവത്തിൽ മേയർ നൽകിയ വിശദീകരണം വരെ വലിയ ചർച്ചയിലേക്കും നീങ്ങിയിരുന്നു. മാത്രമല്ല, സംഭവത്തിൽ മേയർക്കെതിരെ വലിയ കോളിളക്കമുണ്ടാക്കിക്കൊണ്ട് രംഗത്തെത്തിയ സുനിൽകുമാറിനെ വായടപ്പിച്ചുവെങ്കിലും എം.കെ. വർഗീസ് ഇപ്പോഴും പാർട്ടിയെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് എം.കെ. വർഗീസിന്റെ ബി.ജെ.പി. പ്രവേശനവുമായി ബന്ധപ്പെട്ട് അനിൽ അക്കരെ എം.എൽ.എ. ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നത്. തൃശൂരിലെ ബി.ജെ.പി. വിജയത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ബുദ്ധിയാണെന്നും സുനിൽകുമാറിനെ കളത്തിലിറക്കിയതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ തുറന്നുപറച്ചിൽ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി തൃശൂർ മേയർ എം.കെ. വർഗീസ് ബി.ജെ.പിയിൽ പോകുമെന്നതിന് ഒരു തർക്കവുമില്ല എന്ന് തൃശൂർ ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവ് അനിൽ അക്കരെ പറഞ്ഞിരുന്നു. തൃശൂരിൽ CPM ബി.ജെ.പി. ഡീലിന്റെ പാലമാണ് മേയർ എം.കെ. വർഗീസ് എന്നും ബി.ജെ.പിക്കുള്ള CPMന്റെ ഒരു ഗിഫ്റ്റ് ആയിരിക്കും മേയറെന്നും അദ്ദേഹം തുറന്നടിക്കുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ ഓരോ വിഷയങ്ങളിലും എം.കെ. വർഗീസ് താല്പര്യപൂർവ്വം ഇടപെട്ടത് CPMന്റെ കൂടി താല്പര്യപ്രകാരമാണ്. ബന്ധം തുടരുന്നതിൽ CPMന് തടസ്സമുണ്ടായിരുന്നില്ല. തൃശൂരിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മറികടക്കാൻ കഴിയുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ തുടക്കം മുതൽ തന്നെ CPMും ബി.ജെ.പിയും തയ്യാറാക്കി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തോൽവിയാണ് മേയർക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ കാര്യമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ പറയുന്നത് ശരിയാണെന്നും സുനിൽകുമാർ ഉന്നയിച്ച ആരോപണം അതിന്റെ കൂടി അടിസ്ഥാനത്തിലുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. എം.കെ. വർഗീസ് തൃശൂരിലെ കോൺഗ്രസിന്റെ ബ്ലോക്ക് ഭാരവാഹിയായിരുന്നു. അദ്ദേഹം കൗൺസിലറായി ജയിച്ചത് റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചുകൊണ്ടാണ്. പിന്നീടാണ് മേയറാകുന്നത്. എന്നാൽ തൃശൂരിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായതു മുതൽ മേയറും സുരേഷ് ഗോപിയും തമ്മിൽ സാധാരണ ബന്ധമായിരുന്നില്ല പുലർത്തിയത്. CPMും ബി.ജെ.പി. രാഷ്ട്രീയത്തിനതീതമായി വികസിച്ചു വന്ന ബന്ധമാണത്. ഇത് വർഗീസിന്റെ വ്യക്തിപരമായ താല്പര്യപ്രകാരമായിരുന്നില്ല എന്നും CPMന് താല്പര്യമായിരുന്നുവെന്നും അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് CPM ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി വികസനത്തിനോട് താല്പര്യമുള്ളയാൾ എന്ന നിലയിലാണ് സുരേഷ് ഗോപിയെ ഉയർത്തിക്കാട്ടാൻ ബി.ജെ.പി. ഉപയോഗിച്ച ടൂൾ എന്നത് മേയർ എം.കെ. വർഗീസ് ആയിരുന്നു. അതിന് CPM അവസരമുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു മൗനസമ്മതം കൊടുക്കാനുണ്ടായ കാരണം CPM ബി.ജെ.പി. ഡീലാണ്. സുരേഷ് ഗോപിയുടെ ജയമുണ്ടായ ഡീലിന് പിന്നിൽ കരുവന്നൂർ സ്വർണ്ണക്കടത്ത്, എക്സാലോജിക് തുടങ്ങിയ വിഷയങ്ങളുമുണ്ട്. മേൽപ്പറഞ്ഞ കേസുകളിലെല്ലാം തന്നെ കേന്ദ്ര ഏജൻസികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും കൈകാര്യം ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇത്രയും ആരോപണങ്ങളുണ്ടായിട്ടും ഇടതുപക്ഷം മേയറെ മാറ്റാത്തതും ഡീലിന്റെ ഭാഗമായാണോ എന്ന ചോദ്യത്തിന് രണ്ട് കാര്യങ്ങളാണുള്ളത്. സുരേഷ് ഗോപിയുമായി അതിരുവിട്ട ബന്ധമുണ്ടാക്കാൻ മേയർക്ക് CPM അനുമതി നൽകിയിരുന്നുവെന്നും ഈ ഡീലിന് ഉപയോഗിച്ച പാലമാണ് മേയർ എന്നുള്ളതാണ് ഒരു കാര്യമെന്നും മേയറെ CPM കൈവിട്ട് കഴിഞ്ഞാൽ അതിന്റെ രാഷ്ട്രീയ ഗുണം ലഭിക്കുക UDFനാണെന്നും പ്രതിപക്ഷത്തിന് ഒരു മേയറെ തൃശ്ശൂരിൽ ലഭിക്കുമെന്നും ഇതാണ് മറ്റൊരു കാര്യമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഇനി രണ്ടാമത്തെ കാര്യം ഉയർത്തിക്കാണിച്ചാണ് CPM CPIയെ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അതേസമയം തന്നെ സുരേഷ് ഗോപിയുടെ ജയം രാഷ്ട്രീയമായി ബി.ജെ.പിയുടെ ജയമല്ല എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നത് ശരിയാണെന്നും സുരേഷ് ഗോപി തന്നെ തന്റെ ജയം രാഷ്ട്രീയ വിജയമല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം ഒരു സിനിമാ താരമായതുമൂലമാണ് അതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വെച്ച് തയ്യാറാക്കിയ ചില സംവിധാനങ്ങൾ, തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില വിഷയങ്ങൾ എന്നിവയെല്ലാം തന്നെ ഒട്ടേറെ തിരക്കഥകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ ബുദ്ധിപൂർവ്വമാണ് സുനിൽകുമാറിന് LDF സ്ഥാനാർത്ഥിത്വം നൽകിയത്. പ്രത്യക്ഷത്തിൽ സുനിൽകുമാറിന്റെ സാന്നിധ്യം പോരാട്ട വീര്യം കൂട്ടുമെന്ന് തോന്നിച്ചിരുന്നുവെങ്കിൽ അത് ബി.ജെ.പിയുടെ വിജയത്തിന് വഴിതെളിക്കുമെന്ന കൃത്യമായ ബോധ്യം പിണറായിക്ക് ഉണ്ടായിരുന്നുവെന്നാണ് താൻ കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കാരണം ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളാണ് UDF സ്ഥാനാർത്ഥിക്ക് കൂടുതലായി വരുന്നത്. അത് വിഭജിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണ് സുനിൽകുമാർ എന്ന് എല്ലാവരെക്കാളും നന്നായി അറിയാവുന്ന ആളാണ് പിണറായി വിജയൻ. സുനിൽകുമാറിന്റെ സ്ഥാനാർത്ഥിത്വമാണ് അക്ഷരാർത്ഥത്തിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് വഴിതെളിച്ചത്. അത്തരത്തിലൊരു വോട്ട് ഭിന്നിപ്പിലൂടെ സുരേഷ് ഗോപിക്കുള്ള വിജയം ഉറപ്പാക്കുകയായിരുന്നു പിണറായി വിജയൻ ചെയ്തതെന്നാണ് അനിൽ അക്കരെ പറഞ്ഞു വെക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന് വലിയ പരാജയമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരർത്ഥത്തിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം കാഴ്ചവെക്കുകയും ചെയ്തു. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ചരിത്ര വിജയം നേടുന്നത്. ആ വിജയത്തിന്റെ ഡീൽ അത് CPMുമായി ഉണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ നേരെ തിരിച്ച് CPMന്റെ ആരോപണം അത് കോൺഗ്രസ് ബി.ജെ.പി. കൂട്ടുകെട്ടാണ് എന്നതാണ്. എന്നാൽ കോൺഗ്രസിനകത്ത് തന്നെ മുരളീധരന്റെ വോട്ടുകൾ ഭിന്നിക്കാനുള്ള സാഹചര്യം ഇതൊന്നുമല്ല, അത് സംഘടനാപരമായിട്ടുള്ള ദൗർബല്യം തന്നെയാണ് എന്നുള്ള വിലയിരുത്തലും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അനിൽ അക്കരയുടെ ഈ തുറന്നു പറച്ചിൽ വരുന്നത്. മാത്രമല്ല എം.കെ. വർഗീസിനെ സംബന്ധിച്ച് അന്നും, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ജൂലൈ മുതൽ തന്നെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ നിൽക്കുന്നുണ്ട്. അദ്ദേഹം സുരേഷ് ഗോപിക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത്
രംഗത്തെത്തുന്നുണ്ട്. സുരേഷ് ഗോപിക്ക് MP ആകാനുള്ള എല്ലാ ക്വാളിറ്റിയും ഉണ്ട് എന്ന് MK വർഗീസ് തുറന്നടിക്കുന്ന സാഹചര്യമുണ്ട്. ഇത് വലിയ തരത്തിലേക്കുള്ള ചർച്ചയിലേക്കെല്ലാം തന്നെ നീങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ഉയർന്നു വന്ന ചോദ്യം തന്നെയാണ് MK വർഗീസ് BJPയിലേക്ക് ചേക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന്. ആദ്യം കോൺഗ്രസിൽ നിന്നും LDFിലേക്ക് വരുന്നു, പിന്നീട് തുടർന്ന് NDAയിലേക്ക് അദ്ദേഹം പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഗുരുതരമായ ചർച്ചകളെല്ലാം തന്നെ നിൽക്കുന്ന സാഹചര്യത്തിലും CPMന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടാകുന്നില്ല, യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും ഉണ്ടാകുന്നില്ല. മൗനം കൊണ്ട് തന്നെയായിരുന്നു അന്നും CPMും ഇടതുമുന്നണിയും പ്രതികരിച്ചത് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ നാളുകൾക്ക് ശേഷം, ജനവിധിക്ക് ശേഷം ഇപ്പോഴും MK വർഗീസ് വീണ്ടും ഒരു ആരോപണമായി, അല്ലെങ്കിൽ MK വർഗീസ് വീണ്ടും ഒരു വിവാദത്തിൽ ഉൾപ്പെടുന്നത് എന്നുള്ളതാണ്. ആ വിവാദത്തിന് ശേഷം അദ്ദേഹം നൽകിയ വിശദീകരണത്തിൽ പോലും അദ്ദേഹം നിലവിൽ ഇടതുപക്ഷമാണ് എന്ന് മാത്രം പറഞ്ഞ ആ വാക്കുകളും വീണ്ടും വലിയ തരത്തിൽ വളച്ചൊടിക്കപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. ആ വാക്കുകൾ പറഞ്ഞു വെക്കുന്നത് താൻ ഇപ്പോഴും ഇടതുപക്ഷമാണ്, പക്ഷേ ഭാവിയിൽ ഒരു പക്ഷേ BJPയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നല്ലേ ആ വാക്കുകൾ സൂചിപ്പിക്കുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നതാണ്. അത്തരത്തിലുള്ള ആശങ്കയും രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവച്ചതാണ്. ഈ സാഹചര്യത്തിലാണ് അനിൽ അക്കരെ തുറന്നു പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളിൽ തന്നെ MK വർഗീസ് BJPയിലേക്ക് ചേക്കേറാനുള്ള സാധ്യതയുണ്ട് എന്ന്. എന്നാൽ അതേസമയം തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലം കൈക്കലാക്കാനുള്ള തീവ്ര ശ്രമമാണ് BJPയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. അത്തരത്തിൽ BJPയുടെ ഭാഗത്തു നിന്ന് അടിത്തട്ടിലിറങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ അടിത്തട്ടിലിറങ്ങിയ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ MK വർഗീസിന്റെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ സഹായങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലുകളുമുണ്ട്. എന്തുതന്നെയാണെങ്കിലും ഈ 2025 ഇതേ വർഷത്തിൽ തന്നെയാണ് ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരർത്ഥത്തിൽ CPMനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടുകളെല്ലാം തന്നെ ഭദ്രമാക്കിക്കൊണ്ട്, അടിത്തറവാക്കിക്കൊണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് BJPയുടെ ലക്ഷ്യം വരുന്നത്. മാത്രമല്ല തൃശ്ശൂർ, ആറ്റിങ്ങൽ, പത്തനംതിട്ട, തിരുവനന്തപുരം എന്നിവയെല്ലാം തന്നെ BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളാണ്. BJP അവിടെയെല്ലാം തന്നെ വലിയ മുന്നേറ്റവും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ MK വർഗീസിന്റെ ഇത്തരത്തിലുള്ള നീക്കമെല്ലാം തന്നെ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. ഈ സാധ്യതയാണ് അനിൽ അക്കരെ തുറന്നടിക്കുന്നത്.